പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം. സാധാരണഗതിയിൽ ഈ മാസം അവസാനം ലഭിക്കേണ്ട സഹായമാണ് പകുതിയോടുകൂടി വിതരണം ചെയ്യുന്നത്. അതായത് 2 ഗഡുക്കൾ 1600 രൂപ മെയ് മാസം ലഭിക്കേണ്ട തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശിക 3 മാസത്തെ ശേഷിച്ചിരുന്നു. അതിൽ ഒരു ഗഡു കൂടി ചേർത്ത് 3200 രൂപ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവർക്കും വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇങ്ങനെയാണ് 62 ലക്ഷം പേർക്ക് ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ഈ ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരും. ഇനി ശ്രദ്ധിക്കേണ്ടത് 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ കൂടി ചേർത്തിട്ടുള്ളവരാണ്. നാഷണൽ പെൻഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ വരുന്ന അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷനും സംസ്ഥാന സർക്കാരിന്റെ പെൻഷനും കൂടി ചേർത്ത് 1600 രൂപ ഓരോ ഗഡുവും ലഭിക്കുന്നത്. ഇപ്രാവശ്യം 2 ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അല്പം താമസിച്ചാണ് ക്രെഡിറ്റ് ആവുക. 1000 രൂപയുടെ വ്യത്യാസമുണ്ടാകും. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുകൊണ്ട് തന്നെ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിച്ചിരിക്കണം. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക. ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ബാധകമല്ലാതെയാണ് ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.